സുൽത്താൻ ബത്തേരിയിലെ LDF സ്ഥാനാർത്ഥി MS വിശ്വനാഥനാണ് 24-നോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം ഉറപ്പായി, പക്ഷേ മറ്റ് സ്ഥാനാർത്ഥികളുടെ കാര്യമൊന്നും പ്രഖ്യാപനത്തിലേക്ക് എത്തിയിട്ടില്ല. അത് വലിയൊരു അനുകൂല സാധ്യത തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം LDF ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ നേരത്തെ തന്നെ പൂർത്തീകരിച്ചു. അത് വലിയൊരു നേട്ടമാണ്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നുടനെ തന്നെ നല്ലൊരു ഗംഭീരമായ റോഡ് ഷോ നടത്തി. ആ റോഡ് ഷോയ്ക്ക് ശേഷം ഇന്നിപ്പോൾ രാവിലെ തൊട്ട് മീനങ്ങാടി വിവിധ പഞ്ചായത്തുകളിൽ വിവിധ പ്രദേശങ്ങളിൽ കാണേണ്ട പ്രധാനപ്പെട്ട ആളുകളൊക്കെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള പ്രചരണങ്ങൾ അത്രത്തോളം ശക്തമായി തന്നെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. സംശയമെന്താ? തീർച്ചയായിട്ടും വളരെ കാരണം ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ തെരഞ്ഞെടുപ്പിനുള്ളൂ. അതുകൊണ്ട് തന്നെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. ഇത്തവണ സുൽത്താൻ ബത്തേരിയിൽ LDF ജയിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അത് വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. ഈ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി IC ബാലകൃഷ്ണൻ ആണെന്നുള്ളതാണ് സൂചനകളൊക്കെ തന്നെ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ IC ബാലകൃഷ്ണനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ മണ്ഡലത്തിലുണ്ട്. അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? മാധ്യമങ്ങളിലൂടെയാണ് ഞാനും മനസ്സിലാക്കിയത്. IC ബാലകൃഷ്ണൻ തന്നെ വരാനാണ് സാധ്യത. പല ദേശങ്ങളിലും ചെന്ന സമയത്ത് ആളുകളുടെ എല്ലാവരുടെയും പ്രതികരണം ഈ കഴിഞ്ഞ 15 വർഷം ഞങ്ങൾക്ക് നഷ്ടമായി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ആ യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തവണ LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ തീർച്ചയായിട്ടും സുൽത്താൻ ബത്തേരിയിൽ വിജയിക്കും, അതിന് യാതൊരു സംശയവുമില്ല. ബത്തേരി വിശ്വേട്ടൻ എടുക്കുമോ? തീർച്ചയായിട്ടും. ഞാൻ സുരേഷ് ഗോപി പറഞ്ഞ ഡയലോഗൊന്നും പറയുന്നില്ല. ബത്തേരിയിൽ LDF സ്ഥാനാർത്ഥി വിജയിക്കും. അതുതന്നെയാണ് വലിയൊരു വിജയപ്രതീക്ഷ തന്നെയുണ്ട്. 100% വിജയം എന്നുള്ളതും കൂടി. അപ്പം തന്നെ നിലവിലെ MLA ഏറെക്കാലമായി ഇവിടെ തുടരുന്നു. എന്നാൽ വലിയൊരു വികസന മുരടിപ്പ് തന്നെയാണ് ഈ കാലങ്ങളിലൊക്കെ തന്നെ സുൽത്താൻ ബത്തേരിയിൽ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ LDFനൊപ്പം നിൽക്കും എന്നുള്ളതും കൂടിയാണ് LDF സ്ഥാനാർത്ഥി MS വിശ്വനാഥൻ 24-നോട് പറഞ്ഞത്. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്.